ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള ഡെവലപ്മെൻറ്റുകളാണ്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക ലാർജസ്റ്റ് ആക്രമണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഇട്ടിരിക്കുകയാണ്. അമേരിക്ക ഓപ്പണായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാൻ്റെ മുമ്പത്തെ ചീഫ് അഡ്വൈസറായിട്ട് പണിയെടുത്തിരുന്ന ലാരിജാനി, അതായത് ആയത്തുള്ള ഖമനയുടെ കീഴിൽ പണിയെടുത്തിരുന്ന ലാരിജാനി, പുള്ളി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ മിലിറ്ററി ആക്രമണങ്ങളൊക്കെ തീരുമാനിക്കുന്ന വ്യക്തിയാണ്. പുള്ളിക്കാരനാണ് അമേരിക്കയുമായിട്ട് ചർച്ച നടത്താമെന്ന് പറഞ്ഞിരുന്നത്. അത് തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് അത് വാൾ സ്ട്രീറ്റ് ജേണൽ പോലത്തെ, ന്യൂയോർക്ക് ടൈംസ് പോലത്തെ പത്രങ്ങളൊക്കെ അത് ഡിസ്ക്ലോസ് ചെയ്ത സ്ഥിതിക്ക് ഇപ്പോൾ പുള്ളിക്കാരന് പോയി ചർച്ച നടത്താൻ വയ്യ. അതാണ് നിലവിലെ സാഹചര്യം. അതിലുപരിയായിട്ട് ഇറാൻ്റെ ഉള്ളിൽ IRGCയെ അനുകൂലിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ ലാരിജാനിക്കെതിരെ തിരിയും. കാരണം ആയത്തുൽ ഖമനിയെ അറ്റാക്ക് ചെയ്തിട്ട് ഇതുവരെ ബറിയൽ സെറമണി പോലും പൂർത്തിയാക്കിയിട്ടില്ല. അതിനു മുമ്പേ അമേരിക്കയുമായിട്ട് നെഗോസിയേഷൻ. അപ്പോൾ അത്തരത്തിലൊരു പൊളിറ്റിക്കൽ വാല്യൂ വരുന്നുണ്ട് ഈ വിഷയത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിലവിൽ ചർച്ച വേണ്ടതാണ് തീരുമാനം. അപ്പോൾ അതുകൊണ്ട് ആക്രമണങ്ങൾ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ട ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, സെനാരിയോ ക്രിയേറ്റ് ആവുകയാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ഏറ്റവും ദുരന്തമായിട്ട് ഇപ്പം ഇതിനകത്ത് ഏറ്റവും ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ്. യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇന്നലെ ഖത്തർ ഇറാൻ്റെ 2 SU കാറ്റഗറിയിലുള്ള ഫൈറ്റർ ജെറ്റുകൾ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തി എന്നുള്ള വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഖത്തർ ഒഫീഷ്യലായിട്ട് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ സാഹചര്യത്തിൽ ഇറാനും ഫൈറ്റർ ജെറ്റുകൾ കൊണ്ട് ആക്രമണം നടത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഇറാൻ, ചൈനയുടെയും റഷ്യയുടെയും ഹെൽപ്പോട് കൂടിയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിരുന്ന സെക്കൻഡ് ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ചൈന ഓപ്പണായിട്ട് അമേരിക്കൻ ബേസുകളെ ഡിസ്ക്ലോസ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോകൾ പുറത്തിറക്കി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് സൈക്കോളജിക്കൽ വാർ ടാക്ടിക്സ് ആണ്. അതായത് നിങ്ങളുടെ ആസ്ഥാനങ്ങളും നിങ്ങളുടെ നിങ്ങളുടെ കാർഗോ ഫ്ലൈറ്റുകളും നിങ്ങളുടെ ഫൈറ്റർ ജെറ്റുകളൊക്കെ എവിടെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ട് അറിയാം. അവിടത്തേക്ക് ഇറാനെ വെച്ച് എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്കറിയാം എന്നുള്ളതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് മെസ്സേജാണത്. ഇവിടെ ഇറാനെ വാറിൽ എൻഗേജ് ചെയ്യിപ്പിച്ച് നിർത്തുക എന്നുള്ളത് ചൈനയുടെയും കൂടെ ആവശ്യമാണ്. കാരണം അമേരിക്കയുടെ ഫോക്കസ് ചൈനയിൽ നിന്ന് മാറിയിട്ട് ഇറാൻ്റെ പക്കൽ കുറച്ച് നാളത്തേക്ക് തിരിയും. അപ്പോൾ അത്തരത്തിൽ ചൈന കുറച്ച് റിലാക്സ് ആവാം. ഇപ്പോൾ റഷ്യയും ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നോക്കിക്കഴിഞ്ഞാലും അവിടെയും കൂടുതൽ ഫോക്കസ് മാറുകയാണ്. അപ്പോൾ ഇത് റഷ്യയ്ക്കും അതുപോലെ തന്നെ ചൈനയ്ക്കും ഒരുപോലെ ഹെൽപ്ഫുൾ ആകുന്ന ഒരു വിഷയമാണ്. ഇതിനകത്ത് ഇപ്പോൾ യൂറോപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇറാനെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് അമേരിക്ക അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതാക്കൾ, നമ്മളുടെ കീർ സ്റ്റാർമർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, സൈപ്രസിലെ ഞങ്ങളുടെ എയർബേസ് അമേരിക്ക ഉപയോഗിക്കാം എന്നുള്ള നിലയിലുള്ള അനുവാദമൊക്കെ കൊടുത്തിട്ടുണ്ട്, പെർമിഷൻ ഗ്രാൻറ്റഡ്. അപ്പം സൈപ്രസിൽ നിന്ന് മിസൈൽ അലേർട്ടൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് സാഹചര്യം. അപ്പം ഒരു എൻറ്റയർ റീജിയൻ മൊത്തത്തിൽ ഇപ്പം യുദ്ധത്തിൻ്റെ ഒരു ഭീതിയിൽ തുടരുകയാണ്. ഇതിനകത്ത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് തുടരെ ആക്രമണങ്ങൾ, അതുപോലെ ബഹ്റൈനിലേക്ക് ആക്രമണം, ഖത്തറിലേക്ക് ആക്രമണം. ഇപ്പോൾ ഖത്തറിലെ ആക്രമണമാണ് നമ്മൾ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു വിഷയമായിട്ട് മാറിയിരിക്കുന്നത്. അതായത് മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിനെ വഴിതിരിച്ച് വിടുന്ന, അതായത് മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിൻ്റെ ഡയറക്ഷൻ തീരുമാനിക്കുന്ന ഒരു അറ്റാക്കായിട്ട് മാറിയിരിക്കുകയാണ് ഇറാൻ ഖത്തറിലേക്ക് നടത്തിയ LNG ഫീൽഡിൽ നടത്തിയ അറ്റാക്ക്. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന ആ കേന്ദ്രത്തിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട് ഇറാൻ. അത് നിന്ന് കത്തുകയാണ്. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ അറാംകോ പോലത്തെ ഓയിൽ റിഫൈനറിയൊക്കെ ഇറാൻ ടാർഗറ്റ് ചെയ്യുന്നുവെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പ് ഹൂത്തികളെ വെച്ചിട്ട് ഇതേപോലെ അറാംകോയിൽ തന്നെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അന്നൊരു ചെറിയ പോർഷനിലായിരുന്നു ഒരു ചെറിയ ഡ്രോൺ വന്ന് പതിച്ചത്. അന്ന് തന്നെ ഏതാണ്ട് ഒരു 10-15 ദിവസത്തേക്ക് ആ അറാംകോയുടെ ആ റിഫൈനറി ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഈ റിഫൈനറി എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന സ്ഥലമാണ്, ഫ്ലേമബിൾ ആയിട്ടുള്ള വിഷയമാണ്. അവിടെ ചെറിയൊരു സ്പാർക്ക് മതി, വലിയൊരു ഏരിയ തന്നെ കത്തി നശിക്കും. അപ്പോൾ അത്തരത്തിൽ അതുപോലെ തന്നെ ഖത്തറിൽ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ ഫീൽഡിൽ നടത്തിയ അറ്റാക്ക്. ഇതോടുകൂടി ഖത്തർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇനി നാച്ചുറൽ ഗ്യാസ് സപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു തീരുമാനമാണ് ഖത്തർ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഓൾറെഡി തന്നെ യുദ്ധം തുടങ്ങി 3 ദിവസമേ ആയിട്ടുള്ളൂ, ജസ്റ്റ് 3 days. ഈ 3 daysൽ ക്രൂഡ് ഓയിലിൻ്റെ വില 10% ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ LNGയുടെ വില 50% ഉയരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 100 രൂപയ്ക്ക് മേടിച്ചുകൊണ്ടിരിക്കുന്ന സാധനം 150 രൂപ കൊടുത്ത് മേടിക്കേണ്ടി വരും. ഇതിൽ ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കാൻ പോകുന്നത് യൂറോപ്പാണ്. ഇപ്പം ഇറാന്റെ അവസ്ഥ ഇച്ചിരി ബുദ്ധിമുട്ടിലാണ്. ഇറാന്റെ മാത്രമല്ല, ഇറാന്റെയും ലെബനന്റെയും അവസ്ഥ. ലെബനാനെ ശരിക്കും തച്ച് തകർക്കുകയാണ് ഇസ്രായേൽ. അത്തരത്തിലാണ് അറ്റാക്ക്. ഹെവി അറ്റാക്കാണ്, ഹെവി ബോംബിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2000 LBS ബോംബൊക്കെ കൊണ്ടിടുന്നതാണ്. അതേപോലെ ബങ്കർ ബസ്റ്ററുകൾ കൊണ്ട് ബിൽഡിങ്ങിന്റെ എക്സാക്ട്ലി ആ ഒരു ഡൗൺ ഫ്ലോറിൽ തന്നെയാണ് അടിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ലെബനാൻ പോലത്തെ സ്ഥലത്ത് ഈ തീവ്രവാദികളുടെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം അണ്ടർഗ്രൗണ്ട് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ബങ്കർ ബസ്റ്ററുകൾ ഇടുന്നത്.
ഞാൻ ഇതിനു മുമ്പ് വെച്ചിരുന്ന വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ടൈരിഫ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ബിൽഡിംഗ് ഇങ്ങനെ താന്നു പോവാണ്. ആ സെൽഫോണിന്റെ ടവർ ഉണ്ട്, ആ ടവറോട് കൂടി ആ ബിൽഡിംഗ് നിലം പൊത്തുകയാണ്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് ലെബനന്റെ ഉള്ളിൽ നടത്തുന്നത്. അതേപോലെ തന്നെയാണ് തെഹ്റാന്റെ ഉള്ളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ഉള്ളിൽ, ഇറാന്റെ തെഹ്റാന്റെ ഉള്ളിൽ. അതുപോലെ ഇന്ന് B-1 ബോംബർ, അതേപോലെ B-2 സ്ട്രാറ്റജിക് ബോംബർ ഇതെല്ലാം തന്നെ ഇറക്കിയിട്ടുണ്ട് രംഗത്ത്. ഇതെല്ലാം തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ ഇറാന്റെ ഉള്ളിൽ നടത്തുകയാണ്. വിവിധ സ്ഥലങ്ങളിലുള്ള മിസൈൽ ലോഞ്ച് പാഡുകൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇറാന്റെ ഉള്ളിൽ മിസൈൽ മാനുഫാക്ചറിംഗ് ഫാക്ടറികൾ ടാർഗറ്റ് ചെയ്തുള്ള അറ്റാക്കുകൾ നടത്തുന്നുണ്ട്. ഞാൻ ഈ വെച്ചിരിക്കുന്ന ഫൂട്ടേജുകളെല്ലാം തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഇറാനിൽ നടത്തിയ അറ്റാക്കുകളാണ്. അതായത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത തരത്തിലാണ് ഇറാന്റെ ഉള്ളിൽ അറ്റാക്ക് നടക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പം ശരിക്കും ഞാൻ 2 ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു, ഇറാൻ ഒറ്റപ്പെടും. കാരണം മിഡിൽ ഈസ്റ്റിലേക്ക് ആക്രമണം നടത്തുമ്പോൾ ഇറാൻ ഒറ്റപ്പെടും. അതിന് പ്രധാനപ്പെട്ട കാരണം സ്ട്രേറ്റ് ഓഫ് ഹോർമോസ്. ഇപ്പോൾ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് 2-3 ദിവസമായിട്ട് ഇപ്പോൾ ഇത് ക്ലോസ് ആയിരിക്കുകയാണ്. അതുപോലെ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ എന്ന് പറഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റ് മേഖലയിലുള്ള ഈ എണ്ണ ആയിക്കോട്ടെ, ഈ LNG ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ രാജ്യങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. 3 ദിവസം എന്നല്ല, 1 ദിവസം മുടങ്ങിയാൽ തന്നെ ഈ രാജ്യങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അത്തരത്തിൽ റവന്യൂ ഷോർട്ടേജ് ഉണ്ടാവും. ആ സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം തന്നെ വീർപ്പ് മുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പൊ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾ അമേരിക്ക എടുത്ത് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ ബേസോ ഞങ്ങളുടെ രാജ്യത്തുള്ള എന്ത് സാധനങ്ങൾ നിങ്ങൾ എടുത്തോ ഇറാനെ അടിച്ച് തകർക്കുക, വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കണം. അതായത് അടിച്ചൊതുക്കണം ഇറാനെ. നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അതങ്ങ് ചെയ്യുക. ആ രീതിയിലുള്ള പെർമിഷനാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇനി മറ്റേ സൈഡിൽ ഈ LNGയുടെ കോസ്റ്റ് കൂടുമ്പോൾ ഈ തണുപ്പ് കാലത്ത് യൂറോപ്പ് എന്ത് ചെയ്യും? യൂറോപ്പിന്റെ കോസ്റ്റ് കൂടുകയാണ്. യൂറോപ്പ് അത്ര ചില്ലറക്കാരല്ല. അവര് റഷ്യക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ റഷ്യയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് $47 പെർ ബാരൽ ക്രൂഡ് ഓയിൽ ഞങ്ങൾക്ക് തരണമെന്ന് വിലപേശിയ ആൾക്കാരാണ് യൂറോപ്യൻസ്. അപ്പൊ അത്തരത്തില് ഡീല് ചെയ്യുന്ന ആൾക്കാരാണ് യൂറോപ്യൻ. അപ്പൊ അവർക്ക് ഇത് സഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇന്നലെ വരെ ഇറാനെ അറ്റാക്ക് ചെയ്ത് ശരിയായില്ല, അതല്ല ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇമ്മാനുവൽ മാക്രോൺ ആയിക്കോട്ടെ, കീർ സ്റ്റാർമർ, ഡീഗോ ഗാർസിയ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ കീർ സ്റ്റാർമർ ആയിക്കോട്ടെ, മെർസ് ഫ്രെഡറിക്, രാജ്യത്തിന്റെ സോവറിനിറ്റിയെ കുറിച്ചൊക്കെ ഘോര പ്രസംഗിച്ച മെർസ് ഫ്രെഡറിക് ആയിക്കോട്ടെ, ഇവരെല്ലാം ഒരുമിച്ച് ചേർന്നിട്ട് ഇപ്പോൾ പുതിയൊരു പ്രസ്താവന യൂറോപ്യൻ പാർലമെന്റിൽ പുറത്തിറക്കിയിരിക്കുകയാണ്. അതായത് ഇറാന്റെ IRGC റെജീമിനെ എന്ത് വില കൊടുത്തും അമേരിക്കയോടൊപ്പം ചേർന്ന് എതിർക്കുക എന്നുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഫ്രാൻസ് അവരുടെ വാർഷിപ്പുകളെ അയച്ചു വെച്ചിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലേക്ക്. അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ മിഡിൽ ഈസ്റ്റിന് പുറമെ യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പം ഇറാനെതിരെ നിലപാടെടുത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇറാൻ അമ്പാടെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഫ്രാൻസ്, ജർമ്മനി, UK ഒക്കെ ഇതിനു മുമ്പ് തന്നെ ഇറാന്റെ അടുത്ത് ഈ ന്യൂക്ലിയർ എൻറിച്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനെ കുറിച്ച് ചർച്ചകൾ പലതവണ നടത്തുകയും IAEAയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ഗ്രോഷിയെ വെച്ചിട്ട് പലതവണ നെഗോസിയേഷൻ ചെയ്യാൻ ശ്രമിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അന്നൊന്നും ഇറാൻ വഴങ്ങിയില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു വാശിയും കൂടി അവർക്കുണ്ട്. തീർച്ചയായിട്ടും ഇറാനെതിരെ തന്നെയാണ് കാര്യങ്ങളൊക്കെ നീങ്ങുന്നത്. അതായത് ഏഷ്യൻ സൈഡിലുള്ള കുറച്ച് രാജ്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എൻറ്റയർ ഏരിയ ഇറാനെതിരെ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. ഇറാനും മാത്രമല്ല ലെബനനും ശക്തമായ രീതിയിൽ അടി കിട്ടും, ഉറപ്പാണ്. ഇപ്പം ഈ നിലവിൽ ഇറാൻ വിട്ടുകൊണ്ടിരിക്കുന്ന ഈ മിസൈലുകളുണ്ടല്ലോ, ഇതൊക്കെ ജസ്റ്റ് ഒരു പ്രിലിമിനറി മാത്രമാണ്. അവരുടെ പക്കൽ ഇനി ഒരുപാട് മിസൈലുകളുണ്ട്. 10,000 ചെറിയ തോതിലുള്ള മിസൈലുകളുണ്ടെന്നാണ് അറിവ്. ഈ ലോങ് റേഞ്ച് മിസൈലുകളുടെ കാര്യമാണ് 2800 മുതൽ 3000 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കണക്ക്. ഇപ്പോൾ ഷോർട്ട് റേഞ്ച് മിസൈലുകൾ ഇനിയുമുണ്ട്. ഈ ഷോർട്ട് റേഞ്ച് മിസൈലുകൾ അവരാണ് ഈ മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് അവർ ഉപയോഗിക്കുന്നത്. കാരണം ഇപ്പം UAE നോക്കൂ, ഒമാൻ നോക്കൂ, ഇതെല്ലാം തന്നെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇറാന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, വളരെ ഷോർട്ട് റേഞ്ച് ആണ്. ഇസ്രായേലാണ് നിയർലി 1500 to 2000 കിലോമീറ്റർ റേഞ്ചിലുള്ളത്. ബാക്കിയെല്ലാം തന്നെ അവർക്ക് അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഷോർട്ട് റേഞ്ച് മിസൈലുകൾ അവരുടെ പക്കൽ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാനെ അടിക്കേണ്ട രീതിയിൽ അടിച്ച് ഒതുക്കിയില്ല എന്നുണ്ടെങ്കിൽ, അവരുടെ ലോഞ്ച് പാഡുകൾ മൊത്തത്തിൽ തകർത്തില്ല എന്നുണ്ടെങ്കിൽ മിസൈലുകൾ വന്നുകൊണ്ടേയിരിക്കും. ഇതൊരു സത്യമാണ്. ഇത് ഒളിച്ചു മറിച്ചും ഇത് ഇറാൻ ഇപ്പം നിർത്തും നാളെ നിർത്തും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇറാൻ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ തുടരും. ലെബനനുമായിട്ട് ബന്ധപ്പെട്ട് ലെബനന്റെ ഉള്ളിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളുടെ വീഡിയോ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്, നിങ്ങളത് കണ്ടോളൂ. മാസീവായിട്ടുള്ള ആക്രമണങ്ങളാണ്. എല്ലാം തന്നെ കർദൽ ഹസൻ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ബാങ്ക്, ഈ ബാങ്ക് ഹിസ്ബുള്ളയുടെ ഒഫീഷ്യൽ ബാങ്കാണ്. ഈ ബാങ്കിങ് സിസ്റ്റമാണ് പ്രത്യേകിച്ച് ലെബനന്റെ ഉള്ളിൽ ഹിസ്ബുള്ള അനുയായികളെ ക്രിയേറ്റ് ചെയ്യുന്ന ബാങ്ക്. അതായത് ആൾക്കാർക്ക് ലോൺ കൊടുക്കുക, ലോൺ തിരിച്ചടയ്ക്കുമ്പോഴത്തേക്കും ചെറിയ ഇളവുകൾ കൊടുക്കുക. അപ്പോൾ ഇത് ഹിസ്ബുള്ളയുടെ ബാങ്കാണ്. അപ്പോൾ ആ ഇളവുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ റെക്കമെൻഡേഷന് വേണ്ടിയിട്ട് പല ആൾക്കാരെ സമീപിക്കും. അപ്പോൾ അങ്ങനെ സമീപിക്കുന്ന സമയത്ത് ചില ഇമാംമാർ, അതുപോലെ ചില ഹിസ്ബുള്ളയുടെ അനുയായികൾ, ഇവരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവരുടെ മനസ്സിൽ എൻ്റെ ലോണിന് ഒരു ചെറിയ ഇളവ് കിട്ടി, സബ്സിഡി ഹിസ്ബുള്ളയാണ് തന്നത്. അപ്പോൾ അങ്ങനെ അനുയായികളെ സൃഷ്ടിക്കുക. അപ്പോൾ അങ്ങനെ സാധാരണക്കാരനായിട്ടുള്ള ലെബനാനികൾ വരെ ഹിസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഫൈനാൻഷ്യൽ നെറ്റ്വർക്കിനെ അടിച്ചു തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ഖർദൽ ഹസൻ എന്ന് പറഞ്ഞ ബാങ്ക് എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ ആ ബ്രാഞ്ചുകളെല്ലാം ടാർഗറ്റ് ചെയ്ത് തച്ച് തകർത്തുകൊണ്ടിരിക്കുന്നത്.
1000 ടാർഗറ്റുകളാണ് ലെബനൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ. അപ്പോൾ 1000 ടാർഗറ്റുകൾ അവിടെ അടിക്കും. ഇതും ഇറാനും തമ്മിൽ ഒരു ബന്ധവുമില്ല, ഇതിന് സെപ്പറേറ്റ് വിങ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ 1,30,000 പുതിയ ട്രൂപ്പിനെ ഇറക്കിയിട്ടുണ്ട്. 50,000 പേർ ഓൾറെഡി തന്നെ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ മിഷൻ ആയിക്കോട്ടെ, ലെബനാൻ മിഷൻ ആയിക്കോട്ടെ, 1,20,000 പേർ അഡീഷണൽ ആയിട്ട് റിസർവിസ്റ്റ് കാറ്റഗറിയിൽ നിന്നും പുൾ ചെയ്ത് ഇറക്കിയിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ ഉള്ളിൽ. IDF സോൾജേഴ്സ് ഇവരെ സിറിയയ്ക്കുള്ളിൽ ആ സൈഡിൽ ഗോലാൻ ഹെറ്റ്സ് മുതൽ താഴെ കൊനഡ്ര വരെ അസുബൈദ വരെയുള്ള ഏരിയകൾ കവർ ചെയ്യും. എല്ലാം ഡയറക്റ്റ് പെട്രോളിംഗ് ലാൻഡിൽ ഇറങ്ങി കളിക്കുകയാണ്. ഇപ്പുറത്ത് ലെബനാനിൽ, സദൻ ലെബനാനിൽ ഇറങ്ങും ട്രൂപ്പ്, ഉറപ്പ്, 100% ഉറപ്പ്. ഇപ്പം തകൃതിയായിട്ടുള്ള എയർ സ്ട്രൈക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൺസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ബെയ്റൂത്ത് വരെ അടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബെയ്റൂത്തിൻ്റെ വീഡിയോകളൊക്കെ ഞാൻ ഇത് പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. അത്തരത്തിൽ ബെയ്റൂത്ത് വരെ പോയി അടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ശക്തമായ രീതിയിലുള്ള നടപടിയാണ് ഇത്തവണ എടുക്കുന്നത്. ലെബനാൻ കഥ കഴിഞ്ഞ് അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി. അതായത് ആയത്തുള്ള ഖമനേയി കൊല്ലപ്പെട്ടു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഹെസ്ബുള്ള, ആയത്തുള്ള ഖമനേയിയുടെ വാഗ്ദാനം പാലിക്കാൻ വേണ്ടിയിട്ട് ഹെസ്ബുള്ള ഇറങ്ങും. ഇറാന്റെ മേളിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ആക്രമണം നടത്തിയാലും ഹെസ്ബുള്ള ഇറങ്ങും എന്നൊരു ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയത്തുള്ള ഖമനേയി. പുള്ളിക്കാരൻ തന്നെ ഇപ്പോൾ കൊല്ലപ്പെട്ട സ്ഥിതിക്ക് ആയത്തുള്ള ഖമനേയിക്ക് കൊടുത്ത വാക്ക് പാലിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഹെസ്ബുള്ള ഇന്നലെ റോക്കറ്റ് തൊടുത്തത്. ആ റോക്കറ്റ് തൊടുത്തതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി, അതിനുള്ള പ്രതികാരം, ഇസ്രായേലിന്റെ പ്രതികാരം കൃത്യമായിട്ട് ലെബനനിൽ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിരൂക്ഷമായ നിലയിലാണ്. മിസൈൽ വന്ന് വീഴുമ്പോഴത്തേക്കും അല്ല ഇസ്രായേൽ എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ ഇരുന്ന്. ഇത്ര ക്രൂരമായ ആക്രമണം വേണോ എന്നൊക്കെയാണ് അവിടുത്തെ ആൾക്കാർ ചോദിക്കുന്നത്. ചോദിച്ചിട്ട് കാര്യമില്ല, അറഞ്ചം പുറഞ്ഞം അട്ടിക്കുകയാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇറാന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ. ഇറാൻ എല്ലാം പ്രിസൈസ് അറ്റാക്കാണ്, പൊതുജനങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നില്ല. കൃത്യമായിട്ട് IRGC-യുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ താമസിക്കുന്ന സ്ഥലങ്ങൾ, അതേപോലെ ഈ ഉദ്യോഗസ്ഥർ IRGC-യിലെ ഉദ്യോഗസ്ഥർ, ഭടന്മാരൊക്കെ താമസിക്കുന്ന അക്കോമഡേഷൻസ്, അവരുടെ ഹൗസ് റെസിഡൻസ്, അതുപോലത്തെ സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. അതുപോലെ അണ്ടർഗ്രൗണ്ട് ഏരിയ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് കേന്ദ്രങ്ങൾ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇറാന്റെ എയർ സ്പേസ് ഫുൾ ഫ്രീ ആണ്. ഒരു തരത്തിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റം അവിടെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതെല്ലാം തന്നെ അടിച്ച് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഡീകോയ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗമുണ്ട്. അത് അമേരിക്കയുടെ പ്രയോഗമാണ്. ഡീകോയ് ഉപയോഗിച്ചുകൊണ്ട് ഈ റഡാർ സിസ്റ്റത്തിനെ ഒന്ന് കണ്ണ് മഞ്ഞളിപ്പിക്കുക, അത്തരത്തിലുള്ള പരിപാടികൾ. അപ്പോൾ ഈ ഡീകോയ് ഡ്രോണുകൾ പോലത്തെ ഒരു സംഗതിയാണ്. ഇതെല്ലാം തന്നെ F-22 പറന്നു വരുന്നത് പോലെ ഒരു പ്രതീതി അവിടെ സൃഷ്ടിക്കും. റഡാറുകൾ ഇതിന്റെ കോർഡിനേറ്റ്സ് റിസീവ് ചെയ്യുമ്പോഴത്തേക്കും അത് ഫേക്ക് കോർഡിനേറ്റ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഡീകോയ് ഉപയോഗിച്ചുകൊണ്ടാണ് ശരിക്കും ഇറാന്റെ എയർ സ്പേസ് ക്ലിയർ ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ അങ്ങനെ ഡീകോയിൽ പെട്ട് ഇങ്ങനെ റഡാർ കോർഡിനേറ്റ്സ് റിസീവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിന്റെ സൈഡിൽ കൂടെ നൈസിൽ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ സ്മൂത്ത് ആയിട്ട് കടന്നു പോയിട്ട് ഈ റഡാർ എവിടെയൊക്കെ വെച്ചിട്ടുണ്ടോ എയർ ഡിഫൻസ് സിസ്റ്റംസ് കംപ്ലീറ്റ് അതെല്ലാം അടിച്ച് തകർക്കും. ഇങ്ങനെയാണ് ഇസ്രായേലും അമേരിക്കയും കൂടി ചേർന്നിട്ട് ഇറാന്റെ എയർ സ്പേസ് ക്ലിയർ ചെയ്തെടുത്തത്. അത് വിത്തിൻ 24 hours. അത് കഴിഞ്ഞിട്ടാണ് B-1 ബോംബർ, B-2 ബോംബർ ഒക്കെ ഇറക്കിയിരിക്കുന്നത് രംഗത്ത്. ഇപ്പം ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം അമേരിക്കയുടെ വാർഷിപ്പുകൾ സൈഡിൽ കിടക്കുകയാണ് എല്ലാം. ഈ വാർഷിപ്പുകളിൽ നിന്നെല്ലാം തന്നെ മിസൈലുകൾ തുരുതരാ പോകുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഇറാൻ പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെല്ലാം തന്നെ ഇറാൻ ഓറിയന്റഡ് ആയിട്ടുള്ള വാർത്തകൾ കൂടുതൽ പറയുന്നത് കൊണ്ട് അവർ ഇറാന്റെ ആക്രമണങ്ങളെ മാത്രമേ പെരുപ്പിച്ച് കാണിക്കുന്നുള്ളൂ. പക്ഷേ ഇറാൻ ഉണ്ടായിരിക്കുന്ന നഷ്ടം ചെറുതല്ല. ഇറാന്റെ ഉള്ളിൽ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ആക്രമണങ്ങൾ ചെറുതുമല്ല, അത് വളരെ വലുതാണ്. ചബഹർ പോർട്ടൊക്കെ താച്ചി തകർക്കും. എത്രയും വേഗം യൂറോപ്പിന് വേണ്ടത് എത്രയും വേഗം മിഡിൽ ഈസ്റ്റിലെ ട്രാൻസ്പോർട്ടേഷൻ റെഗുലറൈസ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ടാർഗറ്റ്. സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ എത്രയും വേഗം സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവണം. ഷിപ്മെന്റുകൾ മുടങ്ങാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് എന്ത് വില കൊടുക്കാനും യൂറോപ്പ് തയ്യാറാണ്. അപ്പോൾ പൊതുവിൽ ഇറാൻ ഒരു പരിധിവരെ അറ്റാക്ക് ഒന്നും നടത്താതിരുന്ന സാഹചര്യത്തിൽ അവർക്ക് ഒരു വിഷയമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ കുറേ പേര് സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ ഇറാൻ ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലുള്ള നെയ്ബർ കൺട്രീസിന്റെ മേളിൽ ആക്രമണം നടത്തിയതാണ് ഏറ്റവും വലിയ തെറ്റ്. ആ തെറ്റ് ഇറാൻ ഇപ്പം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കിയിട്ടില്ല. അവരിപ്പോഴും ദുരിതര വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയം തികച്ചും ഇറാനെതിരെ മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഈ ക്രൈസിസ്, ഈ 3 ദിവസം കൊണ്ട് ക്രൂഡ് ഓയിലിലും LNG-യിലും ഉണ്ടായ വില വർധനവ്, അതുപോലെ മാർക്കറ്റ് ക്രാഷ് ആയിരിക്കാണ്. UAE മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ബഹ്റൈനിൽ AIW എന്ന് പറഞ്ഞ ആമസോണിന്റെ ക്ലൗഡ് സർവീസിന്റെ ഓഫീസാണ് അറ്റാക്ക് ചെയ്തത്. അത് അറ്റാക്ക് ചെയ്തത് കൊണ്ട് തന്നെ UAE-യിൽ ADCB പോലത്തെ, മഷ്റഖ് പോലത്തെ വലിയ വലിയ ബാങ്കുകൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഇതും UAE അവരുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഷട്ട് ഡൗൺ ചെയ്യാൻ ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പല വിഷയങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന ഡെവലപ്മെന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.